പണമില്ലെങ്കിൽ മിണ്ടരുത്, പണമില്ലെങ്കിൽ കേൾക്കുകയും അരുത്. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം, പക്ഷേ രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ മൊബൈൽ ഫോണുകളിൽ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമം ഇതാണ്. റീചാർജ് തുക കുറവായതിൻ്റെ പേരിൽ ഒരാളുടെ ഇൻകമിംഗ് കോളുകൾ പോലും തടയാൻ ടെലികോം കമ്പനികൾക്ക് എന്ത് അവകാശമാണുള്ളത്? പാർലമെന്റിൽ രാജ്യസഭാ MP രാഘവ് ചദ്ദ ഉയർത്തിയ ഈ ചോദ്യം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് ശ്വാസം മുട്ടിക്കുന്ന കോർപ്പറേറ്റ് തീരുമാനങ്ങൾക്കിടയിൽ പെട്ടുപോയ സാധാരണക്കാരൻ്റെ ആത്മരോധനമാണ്. റീചാർജ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ബാലൻസ് കുറവായതിനാൽ ഔട്ട് ഗോയിങ് നിർത്തുന്നത് ഒരു വ്യാപാര തീരുമാനമാകാം, പക്ഷേ ഇൻകമിംഗ് പോലും തടയുന്നത് എന്തിനാണ്? അടിയന്തര സാഹചര്യത്തിൽ ഒരാൾക്കൊരു ഫോൺ കോൾ പോലും ലഭിക്കാതിരുന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരുടേതാണ്? ഇൻകമിംഗ് നിഷേധിക്കുക എന്നാൽ ആശയവിനിമയം എന്ന അടിസ്ഥാന അവകാശത്തെ ഇല്ലാതാക്കുക എന്നാണ് അർത്ഥം. നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന സിം കാർഡ്, ഫോണും സിമ്മും ഉപയോക്താവിൻ്റെതാണ്. അപ്പോൾ അടിസ്ഥാന ആശയവിനിമയം പോലും പണം ഇല്ലെങ്കിൽ നിഷേധിക്കാമോ? ഇത് സേവനമോ അല്ലെങ്കിൽ സമ്മർദ്ദമോ? അതിലും ഗുരുതരമായ മറ്റൊരു വശമുണ്ട്. 3 മാസം റീചാർജ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സിം നിശബ്ദമാവും. കുറച്ചു കഴിഞ്ഞാൽ ആ നമ്പർ മറ്റൊരാൾക്ക് വിൽക്കും. കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നാം, പക്ഷേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ്, ആധാർ കാർഡ്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എല്ലാം ഈ നമ്പറുമായി ബന്ധിപ്പിച്ചതാണ്. ആ നമ്പർ പുതിയൊരാളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങളുടെ സ്വകാര്യതയ്ക്കും സമ്പാദ്യത്തിനും എന്ത് സുരക്ഷയാണുള്ളത്? ഇതിനെക്കുറിച്ച് ടെലികോം കമ്പനികൾക്കോ അതോറിറ്റികൾക്കോ വ്യക്തമായ മറുപടിയുണ്ടോ? സാധാരണ ജനങ്ങൾക്ക് ഫോൺ ഒരു ആഡംബരമല്ല, അതൊരു അടിസ്ഥാന ആവശ്യമാണ്. ഇൻകമിംഗ് കോൾ പോലും തടയുന്നത് നീതിയല്ല. ഇത് ചോദ്യം ചെയ്യേണ്ട സമയമല്ല, പ്രതികരിക്കേണ്ട സമയമാണ്. ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ശ്വസിക്കുന്ന വായുവിനും കുടിക്കുന്ന വെള്ളത്തിനും അവർ പ്രീപെയ്ഡ് മീറ്റർ വെക്കും.